ഹലോ, ഇന്ന് ഞാനൊരു ചീരത്തോരൻ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ കുറച്ച് ചീര എടുത്തിട്ട് നന്നായി 3-4 വട്ടം കഴുകി എടുത്ത് അതിൻ്റെ വെള്ളം കളയാനൊരു ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് അരിഞ്ഞെടുക്കാം. ഇനി അടുപ്പിൽ പാൻ വെച്ച ശേഷം ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഉഴുന്ന് ഇട്ടിട്ടുണ്ട്, സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചീരയുടെ തണ്ടും ഇലയും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞേക്കുന്നത്. ആദ്യം നമുക്ക് തണ്ട് അരിഞ്ഞ് കൊടുക്കാം. മീൻസ് അത് കട്ടി കൂടുതലാണല്ലോ, അത് കാരണം വേഗം ടൈം എടുക്കും. ചീരയുടെ തണ്ട് കുറച്ച് വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു പിഞ്ച് ഓഫ് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ ഇല അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ, 3-4 വെളുത്തുള്ളി, സ്വല്പം ജീരകം, 2-3 പച്ചമുളക് ഇവ ചേർത്ത് ചതച്ച് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. തേങ്ങ ഇട്ട അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കില്ല. ഈ ചീരയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും